പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കുഞ്ഞുണ്ണിക്കാലം, കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിലെ ഒന്നാമത്തെ അധ്യായം പാലക്കാട്ടെ കഥാ കവിതാ ക്യാമ്പ്. അധ്യായം 1, പാലക്കാട്ടെ കഥാ കവിതാ ക്യാമ്പ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞുണ്ണി മാഷെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അത്ര ഉയരമുണ്ട് മാഷിന്. തനിക്ക് പൊക്കക്കുറവുണ്ടെന്ന് മാഷിന് നല്ല ബോധ്യമുണ്ട്. അത് 4 ആളോട് പറയാനും മടിയില്ല. എനിക്കു പൊക്കം കുറവാണെന്നെ പൊക്കാതിരിക്കുവിൻ, എനിക്കൂക്ക് കുറവാണെന്നെ താങ്ങാതിരിക്കുവിൻ. ഞാൻ കുഞ്ഞുണ്ണി മാഷെ നേരിൽ കാണുന്നത് 70-ലെ മാർച്ച് മാസക്കാലത്താണ്, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ, 1/2 നൂറ്റാണ്ട് മുമ്പ്. എന്താ കഥ? അതിനിടെ ഭാരതപ്പുഴ എത്ര വട്ടം ഇരുകരയും മുട്ടിയൊഴുകി. കത്തിക്കാളുന്ന വേനൽക്കാലങ്ങളിൽ പുഴ എത്ര വട്ടം വരണ്ടുണങ്ങിക്കിടന്നു. പാലക്കാട് ടൗണിൻ്റെ തിരക്കിൽ നിന്ന് അകന്നു കിടക്കുന്ന പുത്തൂർ എന്ന ഗ്രാമം. അവിടുത്തെ UP സ്കൂളിൽ 2 ദിവസം നീളുന്ന കഥാ കവിതാ ക്യാമ്പ് നടക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 50 രൂപ ക്യാമ്പ് ഫീസ്. ഭക്ഷണവും താമസവും ക്യാമ്പിൽ. പത്രവാർത്ത കണ്ടപ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് വലിയ മോഹം. പ്രശസ്തരായ കവികളുടെയും കഥാകാരന്മാരുടെയും ഒപ്പം 2 ദിവസം കൂടിക്കഴിയാം. അസുലഭാവസരം. ശ്രമിച്ചാലോ? ചെറിയൊരു ഫീസല്ലേ എന്ന് ഇന്ന് തോന്നുമെങ്കിലും അന്ന് എനിക്കത് ഭാരിച്ച തുകയാണ്. ഞാൻ ഒറ്റപ്പാലം NSS കോളേജിൽ പ്രീ ഡിഗ്രി 2ാം വർഷം. 5 10 നാഴിക, ഏകദേശം 15 കിലോമീറ്റർ നടന്നാണ് കോളേജിൽ പോയി വരുന്നത്. എൻ്റെ നാട്ടിലൂടെ അത്യാവശ്യം ബസ്സുകൾ ഓടുന്നുണ്ട് ഒറ്റപ്പാലത്തേക്ക്. ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് ബസ്സിൽ പാലപ്പുറത്ത് ഇറങ്ങണം. പാലപ്പുറത്താണ് കോളേജ്. വളഞ്ഞു മൂക്കുപിടിക്കുന്നതിലും ഭേദം കുത്തനെ നടക്കുന്നതാണ്. സമയവും ദൂരവും ലാഭിക്കാം, ബസ് കൂലിയും. എത്ര പിശുക്കിയാലും കോളേജിൽ പോയി വരാനൊരു 10 രൂപയെങ്കിലും മാസം ചെലവാകുന്നു. ചെക്കന് കാശിൻ്റെ വിലയറിയില്ലെന്ന് അമ്മ കുറ്റപ്പെടുത്തുന്നു. ഈ അവസ്ഥയിൽ കവിതാ കഥാ ക്യാമ്പിൽ പങ്കെടുക്കാൻ 50 രൂപ അമ്മയോട് ചോദിക്കാൻ വയ്യ. അച്ഛൻ അയക്കുന്ന മണി ഓർഡർ കൊണ്ട് വീട്ടുചെലവും മക്കളുടെ പഠിത്തച്ചെലവും നടത്താൻ പാടുപെടുകയാണ് അമ്മ. ഒരു കാര്യം ചെയ്യാം, 2ാം ദിവസം കാലത്ത് ക്യാമ്പിലെത്താം. 4 മണിക്ക് മടങ്ങാം. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തും. പാലക്കാട്ട് പോയി വരാനുള്ള കാശ് അമ്മയറിയാതെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തെ ഭക്ഷണം ക്യാമ്പിൽ നിന്ന്. കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതികാലത്ത് വീട്ടിൽ നിന്നിറങ്ങി. പാലക്കാട്ട് എത്തുമ്പോൾ 9 മണി. അന്വേഷിച്ചപ്പോൾ പുത്തൂരേക്ക് നടക്കാവുന്ന ദൂരം. കാലുകൾ നീട്ടിവെച്ച് നടന്നു. ക്യാമ്പിൽ ഉത്സവത്തിൻ്റെ അന്തരീക്ഷം. രാവിലത്തെ സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. നിറഞ്ഞ സദസ്സ്. ഹാളിൽ ഞാനും സ്ഥലം പിടിച്ചു. ആരൊക്കെയാണ് സ്റ്റേജിലിരിക്കുന്നത്? എനിക്കാരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഓരോരുത്തരും പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ അവരെ പരിചയപ്പെടുത്തുന്നുണ്ടാവുമല്ലോ. ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇപ്പോൾ നന്ദനാർ നിങ്ങളോട് സംസാരിക്കുന്നതാണെന്ന് അറിയിപ്പ് വന്നു. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന വ്യക്തി PC ഗോപാലനാണെന്ന് എനിക്കറിയാം. പട്ടാളക്കഥകൾ എഴുതുന്ന ആൾ. പേര് കേട്ട ബാലസാഹിത്യകാരൻ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നുകൊണ്ടിരുന്ന ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഞാൻ ആർത്തിയോടെ വായിച്ചിട്ടുണ്ട്. വെളുത്തു സുന്ദരനാണ് നന്ദനാർ. വ്യായാമസുദൃഢമായ ഒതുങ്ങിയ ദേഹം, പറ്റേ വെട്ടിയ മുടി. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന ആളാണല്ലോ നന്ദനാർ. ഞാനൊരു സാഹിത്യകാരനേ അല്ല എന്ന ഭാവത്തിലാണ് സംസാരം. സദസ്സിനെ അഭിമുഖീകരിച്ചു പരിചയമില്ലാത്ത പോലെ. വള്ളുവനാട്ടുകാരൻ്റെ വർത്തമാനം. നന്ദനാർ അങ്ങാടിപ്പുറത്തുകാരനാണ്. പണ്ട് വള്ളുവനാട്ടു രാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു അങ്ങാടിപ്പുറം. ഞാനും വള്ളുവനാട്ടുകാരനാണല്ലോ. സ്വതേ നന്ദനാരുടെ കഥകൾ എനിക്ക് ഇഷ്ടമാണ്. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം എന്ന കഥ പ്രത്യേകിച്ചും. അങ്ങനെ മനസ്സുകൊണ്ടൊരു അടുപ്പമുണ്ട് എനിക്ക് നന്ദനാരോട്. ആളെ നേരിട്ട് കണ്ടപ്പോഴും നാട്ടിൻപുറത്തുകാരൻ്റെ ആ വർത്തമാനം കേട്ടപ്പോഴും അടുപ്പം ഇരട്ടിച്ചു. നന്ദനാർ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അടുത്ത അറിയിപ്പ് വന്നു. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാസ്റ്റർ നിങ്ങളുമായി സംവദിക്കുന്നതാണ്. കുഞ്ഞുണ്ണി മാഷ് സംസാരിക്കാൻ എണീറ്റപ്പോൾ സദസ്സിൽ ആഹ്ലാദം അലയടിച്ചു. നീണ്ട കയ്യടി. മാഷ് മൈക്കിന് മുമ്പിൽ വന്നു നിൽപ്പായി. മാഷ് മേൽപോട്ട് നോക്കി. മൈക്കിൻ്റെ വായ്ഭാഗം തലയ്ക്കുമേലെ. മൈക്കുകാരൻ ഓടിച്ചെന്ന് മൈക്കുകാലിൻ്റെ നീളം കുറച്ചു.
അല്ലാതെ മാഷിൻ്റെ നീളം കൂട്ടാൻ പറ്റില്ലല്ലോ. ഉയരം നന്നേ കുറവ്, നര കയറിയ കുറ്റിത്തലമുടി, ചിരി പടർന്ന വട്ടമുഖം, പരിക്കൻ മുറിക്കയ്യൻ വെള്ളക്കുപ്പായം. മാഷെപ്പോലെ ഒരാളെ കൂടി കുപ്പായത്തിൽ കൊള്ളിക്കാം. കേറ്റിയുടുത്ത ഒറ്റമുണ്ട് മുട്ടിനൽപ്പം താഴെ വരെ എത്തുന്നുണ്ട്. കുറ്റിപ്പെൻസിൽ പോലൊരു മനുഷ്യൻ. പ്രായം എത്രയുണ്ടാവും കുഞ്ഞുണ്ണി മാഷിന്? 50, 60, അതോ അതിലും മുകളിൽ? ആർക്കും പറയാൻ പറ്റില്ല. കുറിയവനാണെങ്കിലും മറ്റുള്ളവർക്ക് അളക്കാൻ പറ്റാത്ത ആൾ. അതാണല്ലോ കുഞ്ഞുണ്ണി. പ്രസംഗമോ അതികേമം, സരളം, സരസം. സംസാരം നിർത്തരുതേ എന്ന് ആരും ആഗ്രഹിച്ചു പോകും. കുറുങ്കവിതകൾ ചൊല്ലിയും ചിലരെ കളിയാക്കിയും നമ്പൂരി ഭാഷയിലുള്ള മാഷിൻ്റെ വർത്തമാനം അങ്ങനെ നീണ്ടുപോയി. സദസ്സ് ഇളകി മറിഞ്ഞു. പിന്നീട് ആരൊക്കെയാണ് പ്രസംഗിച്ചത്? ഓർമ്മ വരുന്നില്ല. ഹൈസ്കൂളിൽ എൻ്റെ മാഷായിരുന്ന, എഴുത്തിൻ്റെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയ പ്രശസ്തനായ യുവകവി പുലാക്കാട്ട് രവീന്ദ്രനെ കണ്ടില്ല. ചിലപ്പോൾ മാഷ് വന്നിട്ടുണ്ടാവില്ല. അതോ ഇന്നലെ വന്നു പോയിട്ടുണ്ടാകുമോ? 50 വർഷത്തിന് ശേഷവും ഇന്നും നന്ദനാരുടെയും കുഞ്ഞുണ്ണി മാഷിൻ്റെയും ചിത്രങ്ങൾ ഒളിമങ്ങാതെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുന്നു. ഉച്ചനേരത്തെ ഇടവേള. ഞാനും സദ്യയുണ്ടു. ഊണ് കഴിഞ്ഞ് കൈ കഴുകി പുറത്തു വന്നപ്പോൾ മാഷെ ഒറ്റയ്ക്ക് കിട്ടി. ആരാ? പ്രകാശനാണ്. ചുനങ്ങാട്ടുകാരൻ ഇല്ലേ? അതെ. സന്തോഷമായി. ധാരാളം എഴുതണം. എഴുതുന്നത് എനിക്ക് അയച്ചു തരിക. എന്നെ മാഷിന് ഓർമ്മ വരാനൊരു കാരണമുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ബാലപംക്തി കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞുണ്ണി മാഷാണ്. ബാലപംക്തിയിൽ എൻ്റെ ചില കഥകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. നന്ദനാരും കുഞ്ഞുണ്ണി മാഷും നമ്മെ വിട്ടുപോയി. നന്ദനാരുടെ മരണം അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോഴേ സംഭവിച്ചു. സ്വയം ജീവനൊടുക്കലായിരുന്നു. പ്രത്യേകിച്ചൊരു കാരണവും പറഞ്ഞു കേൾക്കുന്നില്ല. പട്ടിണിയും കഷ്ടപ്പാടുമായി കഴിഞ്ഞ കാലത്ത് ഗോപാലേട്ടന് മരിക്കാൻ തോന്നിയില്ല. ഗോപാലേട്ടൻ പട്ടാളത്തിൽ ചേർന്നു. പട്ടാള ബാരക്കുകളിൽ ഇരുന്നു കൊണ്ട് കഥകളും നോവലുകളും എഴുതി നന്ദനാരെന്ന് പ്രശസ്തനായി. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നപ്പോൾ FACTയിൽ നല്ലൊരു ഉദ്യോഗം കിട്ടി. ധനിക കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഐശ്വര്യത്തിൻ്റെ മടിയിലിരിക്കുമ്പോഴാണ്, എന്നാൽ ജീവിതത്തിന് എപ്പോഴൊരു പൂർണ്ണ വിരാമമിട്ടാലോ എന്ന് ഗോപാലേട്ടൻ ആലോചിച്ചത്. പാലക്കാട്ടൊരു ലോഡ്ജിൽ മുറിയെടുത്ത് വിഷം കഴിച്ചായിരുന്നു ആത്മഹത്യ. പുറമേ ശാന്തമാണെങ്കിലും കടലിനടിയിൽ ചിലപ്പോൾ അഗ്നിപർവ്വതങ്ങൾ പുകയാറുണ്ടല്ലോ. കുഞ്ഞുണ്ണി മാഷിൻ്റെ വിയോഗം അടുത്ത കാലത്താണ് സംഭവിച്ചത്. വയസ്സായില്ലേ, ജീവിച്ചത് പോരെ എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞിരുന്നു മാഷിന് അവസാന കാലത്ത്. വയസ്സേറെ ചെന്നാലും രോഗപീഠകൾ മൂലം അവശത അനുഭവിക്കുന്നുണ്ടെങ്കിലും ഉറ്റവരായവർ മരിച്ചു പോകുന്നത് നമുക്ക് സഹിക്കാനാവില്ല. കാലം എത്ര കഴിഞ്ഞാലും ആ ശൂന്യത പിന്നീട് എല്ലായ്പ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. മരിക്കേണ്ട പ്രായത്തിലാണ് മാഷ് ഈ ലോകം വിട്ടു പോയതെങ്കിലും ഇത്ര വേഗം പോകേണ്ടിയിരുന്നോ മാഷേ എന്ന് ഉള്ളിലിരുന്നൊരാൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അധ്യായം 2. എഴുത്തിനിരുത്തൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കവിതയിൽ കൈവച്ചത്. ഏത് മണ്ടനും കവിത എഴുതാൻ തോന്നും ആ കാലങ്ങളിൽ ചുനങ്ങാട് ഹൈസ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ. ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി, അക്കിത്തം, ഇടശ്ശേരി, ഒളപ്പമണ്ണ, VK ഗോവിന്ദൻ നായർ തുടങ്ങി ഒട്ടേറെ കവികളുമായി അടുപ്പമുണ്ട് രവീന്ദ്രൻ മാഷിന്. ജിയും വൈലോപ്പിള്ളിയും ഒഴികെ കുറച്ചേറെ കവികളും എഴുത്തുകാരും പല കാലങ്ങളിൽ ഞങ്ങളുടെ ഹൈസ്കൂളിൽ വന്നിട്ടുണ്ട്. അവരെ അടുത്ത് കാണാനും അവർ കവിത ചൊല്ലുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കാനും ഞങ്ങൾ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടായി. ആഘോഷം പോലെയാണ് ഈ കവികളുടെയും എഴുത്തുകാരുടെയും വരവ് ഞങ്ങൾ കൊണ്ടാടിയത്. ഈ സമ്മേളനങ്ങളിൽ രവീന്ദ്രൻ മാഷും കവിത ചൊല്ലും. ഒക്കത്തു നീർക്കുടമേന്തി വന്നെത്തുന്ന തെക്കു പടിഞ്ഞാറൻ കാറ്റും, കുണ്ടുണ്ണിമാൻ്റെ കുടുമയിൽ കൂടുവെച്ച കിളിയുടെ കഥയും, ചേലാർന്ന ദീപസ്തംഭത്തിൻ്റെ ചോട്ടിൽ കാലുപൊന്തിച്ചു മൂത്രമൊഴിച്ച കുഞ്ചൻ നമ്പ്യാരുടെ നർമ്മവും ഞങ്ങൾ ആഹ്ലാദിച്ചു കേട്ടു. ആഴ്ചതോറും അതാത് ക്ലാസ്സുകളിൽ നടക്കുന്ന സാഹിത്യ സമാജം മീറ്റിങ്ങുകൾ, മാസത്തിലൊരിക്കൽ സ്കൂളിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്ന സ്കൂൾ സാഹിത്യ സമാജങ്ങൾ, കയ്യെഴുത്തു മാസികകൾ, ആരായാലും കവിത എഴുതിപ്പോവും. എല്ലാം നടക്കുന്നത് രവീന്ദ്രൻ മാഷിൻ്റെ ഉത്സാഹത്തിൽ. മറ്റു മാഷന്മാരും ടീച്ചർമാരും മാഷിൻ്റെ കൂടെ നിന്നു. നടേ പറഞ്ഞ പ്രശസ്തരായവർ സ്കൂളിൽ വരുന്നത് ഞങ്ങൾ കുട്ടികളെപ്പോലെ അവർക്കും സന്തോഷമായിരുന്നു എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്തായിരുന്നു എൻ്റെ ആദ്യ കവിതയുടെ വിഷയം? ഏത് വൃത്തത്തിലാണ് ഞാൻ കവിത എഴുതിയത്?
അതൊന്നും ഓർമ്മിക്കാനാവുന്നില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് എന്ത് വൃത്തം, എന്ത് അലങ്കാരം! നിറന്ന പീലികൾ നിരക്കവേ കുത്തി ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമൻ കൂടാതെ. അങ്ങനെ ഒരു ഈണത്തിലായിരിക്കണം ഞാൻ പദ്യം ചമച്ചത്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. നെഞ്ചിടിപ്പോടെ ഞാൻ സ്റ്റാഫ് റൂമിൽ രവീന്ദ്രൻ മാഷിൻ്റെ അടുത്ത് ചെന്നു കവിത മാഷെ കാണിച്ചു. മിടുക്കൻ എന്ന് മാഷ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. കയ്യോടെ കവിത തിരുത്തി തന്നു. സർവാംഗം വെട്ടും കുത്തുമേറ്റ എൻ്റെ കവിതയെ ഞാൻ 4 മടക്കി കീശയിൽ വെച്ചു. ഇനിയും എഴുതണം, എഴുതുന്നത് എന്നെ കാണിക്കണം. ഞാൻ തലയാട്ടി. പിന്നീട് എഴുത്തോടെഴുത്തായിരുന്നു. മാഷ് പറഞ്ഞ പോലെ എന്തെഴുതിയാലും മാഷെ കാണിച്ചു. മാഷ് കവിത വെട്ടിത്തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഈണത്തിനിണങ്ങുന്ന വാക്കുകൾ കിട്ടാതെ ഞാൻ വേവലാതിപ്പെട്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കഥ എഴുതി. സ്കൂളിൻ്റെ കയ്യെഴുത്തു മാസികയ്ക്ക് വേണ്ടി എഴുതിയതാണ്. കഥ മാഷെ കാണിച്ചു. കഥ നന്നായിട്ടുണ്ട്. ഇതാണ് പ്രകാശൻ്റെ വഴി. സന്തോഷം കൊണ്ട് എനിക്ക് വീർപ്പ് മുട്ടി. തനിക്ക് കവിത എഴുതാൻ അറിയില്ല, കഥ എഴുതി നോക്ക് എന്നായിരിക്കാം മാഷ് ഉദ്ദേശിച്ചത്. അത് മനസ്സിലാവുന്ന പ്രായമായിട്ടില്ലല്ലോ എനിക്ക്. പിന്നീട് കഥ എഴുത്തിലായി ഉത്സാഹം. വല്ലപ്പോഴും ഒരു കവിത. സ്കൂൾ വിട്ട് കോളേജിലെത്തിയപ്പോഴും കഥ എഴുത്തും കവിത എഴുത്തും തുടർന്നു. ഒഴിവു ദിവസങ്ങളിൽ രവീന്ദ്രൻ മാഷ് താമസിക്കുന്ന ലോഡ്ജിൽ ചെല്ലും. സൃഷ്ടികൾ മാഷെ കാണിക്കും. എഴുതി എൻ്റെ കഥകൾക്ക് ചന്തം വെച്ച് വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. ഒരു ദിവസം രവീന്ദ്രൻ മാഷ് പറഞ്ഞു, താൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലപംക്തിയിലേക്ക് കഥ അയച്ചു നോക്ക്. ബാലപംക്തി നോക്കുന്നത് കുഞ്ഞുണ്ണി മാഷാണ്. അതെനിക്ക് പുതിയ അറിവായിരുന്നു. കച്ചവടം എന്നൊരു കൊച്ചു കഥയാണ് ആദ്യം അയച്ചത്. വാടിയ 10 കണ്ണിമാങ്ങ കൊടുത്ത് സൈബാളിൻ്റെ ഒരൊഴിഞ്ഞ ഡപ്പി കച്ചവടമാക്കാൻ ശ്രമിച്ച ഒരു 1ാം ക്ലാസ്സുകാരൻ കുട്ടിയുടെ കഥ. അത് അച്ചടിച്ചു വന്നു. എഴുതാൻ 10 മടങ്ങ് ഉത്സാഹമായി. കഥ എഴുതുക, രവീന്ദ്രൻ മാഷെ കാണിക്കുക, കുഞ്ഞുണ്ണി മാഷിന് അയച്ചു കൊടുക്കുക. അത് പതിവായി. 10 കഥ അയച്ചാൽ ഒരു കഥ വെളിച്ചം കാണും. ബാക്കി 9 കഥകളും കുട്ടേട്ടൻ ചുവന്ന മഷി കൊണ്ട് വെട്ടിത്തിരുത്തി മടക്കി അയച്ചു തരും. എങ്ങനെ എഴുതരുത്, എങ്ങനെ എഴുതണമെന്ന് എപ്പോഴും എനിക്ക് കത്തിലൂടെ മനസ്സിലാക്കി തന്നു. രവീന്ദ്രൻ മാഷെ പോലെയാണോ കുഞ്ഞുണ്ണി മാഷ്? അല്ലേ അല്ല. കഥ നന്നായിട്ടില്ല എന്ന് ഒരിക്കൽ പോലും രവീന്ദ്രൻ മാഷ് പറഞ്ഞിട്ടില്ല. കൂടുതൽ നന്നാക്കണം എന്നേ പറയൂ. കുഞ്ഞുണ്ണി മാഷ് അങ്ങനെയല്ല. പ്രകാശ, ഈ കഥ വളരെ മോശം എന്ന് തന്നെ കത്തിലെഴുതിയിട്ടുണ്ടാവും. നന്നായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം കിട്ടാൻ വലിയ പാട്. എങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ നല്ല അഭിപ്രായം വാങ്ങിയിട്ട് തന്നെ കാര്യമെന്ന് ഞാനും നിശ്ചയിക്കും. പുതിയ കഥ എഴുതാനിരിക്കുമ്പോൾ ഞാൻ എല്ലാ കരുതലും എടുക്കും. എന്നിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കഥ മടക്കി അയക്കുമ്പോൾ മാഷ് പ്രത്യേകം എഴുതി അറിയിക്കും, കഥ തരക്കേടില്ല, ഒന്നുകൂടി നന്നാക്കണം. കഥയുടെ തുടക്കം അല്ലെങ്കിൽ അവസാനം ശരിയായില്ല. കഥ മാറ്റി എഴുതി വീണ്ടും അയച്ചു തരിക. ചെത്തിയും ചിന്തേരിട്ടും ഞാൻ എൻ്റെ കഥ മിനുസപ്പെടുത്തിയെടുക്കും. പിന്നെയും കുട്ടേട്ടന് അയച്ചു കൊടുക്കും. കഥ പ്രസിദ്ധീകരിച്ചു വരും. എൻ്റെ സന്തോഷത്തിന് അതിരുണ്ടാവില്ല. അക്കാലത്താണ് പാലക്കാട്ട് വെച്ച് കുഞ്ഞുണ്ണി മാഷെ കാണാനും 2 വാക്ക് സംസാരിക്കാനും ഭാഗ്യമുണ്ടായത്. പിൻവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. ആരെയും ചാടിക്കേറി പരിചയപ്പെടാൻ വിമുഖൻ. വിക്ക് എൻ്റെ കൂടപ്പിറപ്പാണ്. ഉള്ളിലുള്ളത് നേരെ ചൊവ്വെ പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ വിക്കന്മാർക്ക്. ഇഷ്ടപ്പെടുന്ന കവിയെ അല്ലെങ്കിൽ കഥാകാരനെ അകലെ നിന്ന് നോക്കിക്കാണും. കുഞ്ഞുണ്ണി മാഷിനെ കണ്ടപ്പോൾ നർമ്മരസം തുളുമ്പുന്ന ആ സംസാരം കേട്ടപ്പോഴും ഒട്ടും അകൽച്ച തോന്നിയില്ല. ഇദ്ദേഹം എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന തോന്നൽ. എഴുത്തിലൂടെ മാഷിന് എന്നെ അറിയാം, പിന്നെ എന്തിനു നാണിക്കണം? അങ്ങനെയാണ് അന്ന് മാഷിനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടത്. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിലെ 2ാമത്തെ അധ്യായം എഴുത്തിനിരുത്തൽ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.